أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله على كل حال الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രശസ്ത എഴുത്തുകാരിയായ ഹെലൻ കെല്ലർ, അവർ അന്ധയും ബധിരയുമായിരുന്നു. അവർ പറയാറുണ്ടായിരുന്നു, മനുഷ്യർക്ക് അവരുടെ കഴിവുകളെക്കുറിച്ച് യാതൊരു വിലയുമില്ലെന്ന്. കാരണം അന്ധയായിട്ട് കൂടി പ്രകൃതിയെ അവരുടെ സ്പർശനത്തിലൂടെയും മറ്റും വളരെയധികം ആസ്വദിച്ചറിഞ്ഞവരായിരുന്നു അവർ. എന്നാൽ ലോകം കാണാനിറങ്ങിയ അവരുടെ കൂട്ടുകാരികളോട് പ്രകൃതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല എന്നായിരുന്നു. ഇതവരെ കുറച്ചൊന്ന് അത്ഭുതപ്പെടുത്തി. അന്ധയാവുന്നതിനേക്കാൾ മോശം കാഴ്ചയുണ്ടായിട്ടും കാണാത്തതാണെന്നാണ് അവർ പറഞ്ഞത്. ആ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന മനോഭാവം തന്നെയാണ് ചിലപ്പോഴൊക്കെ നമുക്കുമുണ്ടാവാറുള്ളത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന കുശലാന്വേഷണങ്ങൾക്ക് പലപ്പോഴും നാം കേൾക്കാറുള്ളതും പലപ്പോഴും നാം തന്നെ പറഞ്ഞിട്ടുള്ളതുമായ മറുപടിയാണ് അങ്ങനെ പോകുന്നു, രാവിലെ ആവുന്നു, രാത്രിയാവുന്നു എന്നുള്ളത്. എന്നാൽ വളരെ ഒഴുക്കൻ മട്ടിൽ നമ്മൾ പറഞ്ഞു പോകുന്ന ആ രാവിൻ്റെയും പകലിൻ്റെയും മാറിമറിയലിലും ദൃഷ്ടാന്തമുണ്ടെന്നാണ് അള്ളാഹു പറയുന്നത്. സൂറത്ത് ആൽ ഇമ്രാനിലെ 190-ാമത്തെ വചനം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളിലും, പ്രകൃതിയിലെ ഓരോരോ മാറ്റങ്ങളിലും, പ്രകൃതിയുടെ സൗന്ദര്യത്തിലും നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ കണ്ടെത്താൻ സാധിക്കണം. പ്രകൃതിയിലെ ഭംഗിയുള്ള കാഴ്ചകൾ കാണുമ്പോൾ, ഒരു ഭംഗിയുള്ള സൂര്യോദയമോ ഒരു സൂര്യാസ്തമയമോ കാണുമ്പോൾ നമ്മുടെ ക്യാമറകളിൽ ചിത്രം പകർത്താറുള്ളവരാണ് നമ്മളിൽ പലരും. എന്നാൽ എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ, ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ, അള്ളാഹു ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മളും. കാരണം അവരുടെ ഗുണമായി അള്ളാഹു പറയുന്നത് അൽ ഇമ്രാനിൽ തന്നെ 191-ാമത്തെ വചനത്തിൽ പറയുന്നത്, നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവെ ഓർമ്മിക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. മാത്രമല്ല, ഈ ദൃഷ്ടികളൊക്കെ കാണുമ്പോഴും ആസ്വദിക്കുമ്പോഴും അവർ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയോ? റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക്. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഇതൊന്നും നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല, നീ എത്രയോ പരിശുദ്ധൻ. നമുക്ക് ചുറ്റും കാണുന്ന ഓരോരോ സൃഷ്ടിയിലും നമുക്ക് നമ്മുടെ റബ്ബിനെ കണ്ടെത്താൻ സാധിക്കണം. അവൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുവാനും അവൻ്റെ ഏകത്വത്തെക്കുറിച്ച് സ്ഥാപിക്കാനും അവനെ കൂടുതൽ അറിയാനും അവനോട് നന്ദിയുള്ളവനാവുവാനും നമ്മെ അത് ഏറെ സഹായിക്കുക തന്നെ ചെയ്യും. ഇനി നമുക്ക് ചുറ്റും കാണുന്ന കന്നുകാലികളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കന്നുകാലികൾ നമുക്ക് അനുഗ്രഹമാണെന്നാണ്, അവരിൽ പല ഗുണങ്ങളുമുണ്ടെന്നാണ് അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചു പറയുന്നത്. വ ഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റതൻ എന്നുള്ള ആയത്തുകൾ വിവിധ സൂറകളിലായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് കന്നുകാലികളിൽ നിന്നുള്ള ഗുണങ്ങൾ? പോഷക സമൃദ്ധമായ അവരുടെ പാല് തന്നെ വലിയൊരു അത്ഭുതമാണ്, വലിയൊരു അനുഗ്രഹമാണ്. ഇതുകൂടാതെ ഭക്ഷ്യയോഗ്യമായ കന്നുകാലികളുമുണ്ട്. അതുകൂടാതെ യാത്രയ്ക്ക് വേണ്ടി വാഹനമായും നമ്മൾ മൃഗങ്ങളെ ഉപയോഗിക്കുന്നു. ചിന്തിക്കുക, സുബ്ഹാനല്ലാഹ്, നമ്മുടെ സൃഷ്ടാവിൻ്റെ മഹത്വം. ഇനി തേനീച്ച, ഒട്ടകം, എട്ടുകാലി, അങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതും പറഞ്ഞിട്ടില്ലാത്തതുമായ ഒരുപാട് ജീവികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇതിനെ ഓരോന്നിനെയും എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ നമുക്ക് നമ്മുടെ റബ്ബിനെ അറിയാൻ സാധിക്കും. എല്ലാം ഇവിടെ പറയാൻ സാധിക്കുകയില്ല. എണ്ണിയാൽ ഒടുങ്ങാത്തതും പറഞ്ഞാൽ തീരാത്തത്രയുമുണ്ട്. പരമാണു മുതൽ നക്ഷത്രജാലം വരെയും ചെറിയ അമീബ മുതൽ ഏറ്റവും വലിയ തിമിംഗലം വരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് അള്ളാഹു. ഇതൊന്നും കൂടാതെ വെള്ളം, കൃഷി, തീ, വായു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഖുർആനിലൂടെ തന്നെ അള്ളാഹു നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. ഓരോ ചെറിയ വസ്തുക്കളെയും ഓരോ കുഞ്ഞനുഗ്രഹങ്ങളെയും ആസ്വദിക്കുമ്പോൾ ചിന്തിക്കുക,
അറിയുക അള്ളാഹുവിൻ്റെ ഏകത്വം, അംഗീകരിക്കുക അവൻ്റെ അസ്തിത്വം, പ്രകീർത്തിക്കുക അവൻ്റെ മഹത്വത്തെ. നാം നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കുക. അതായത് മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചും അതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും വളരെ ആഴത്തിൽ തന്നെ പഠിച്ചു മനസ്സിലാക്കിയവരാണ് നമ്മിൽ പലരും. വെറും ഇന്ദ്രിയ തുള്ളികളിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അവൻ ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യരൂപത്തിലുള്ള ആയത്തുകളും ആവർത്തിച്ചതായി നമുക്ക് കാണാം. എന്തായിരിക്കും ഈ ഒരു ആവർത്തനത്തിൻ്റെ കാരണം? നമ്മൾ കൂടുതൽ ചിന്തിക്കുവാൻ വേണ്ടി, അങ്ങനെ ചിന്തിച്ച് നമ്മുടെ സൃഷ്ടാവിൻ്റെ മഹത്വം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ഒന്നുമല്ലെന്നും ഇല്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്നും അഹങ്കരിക്കാൻ ഒരർഹതയും എനിക്കില്ല എന്നുള്ള ആ ഒരു ഉത്തമ ബോധവും നമ്മളിലുണ്ടാവണം. അങ്ങനെ കൂടുതൽ വിനയമുള്ളവരായി, അള്ളാഹുവിനോട് കൂടുതൽ നന്ദി ചെയ്യുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ചുറ്റിലുമുള്ളതിനെ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും മനസ്സുപയോഗിച്ച് ചിന്തിക്കുകയും ചെയ്ത് പടച്ചവൻ്റെ അജയ്യതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സൽബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.